ഹലോ നമസ്കാരം. ഞാൻ എൻ്റെ പറമ്പൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൾബറി എല്ലാം വെട്ടി, പിന്നെ ഇവിടെ കുറേ വാഴയായിരുന്നു. ആ വാഴയെല്ലാം വെട്ടി കഴിഞ്ഞപ്പോൾ കണ്ടമാനം വേസ്റ്റ് വന്നു. ഒരു രക്ഷയില്ല, എങ്ങനെ ഒതുക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ വന്നിട്ടാണ് ചെയ്യണത്. വാഴയുടെ തടയെല്ലാം വെട്ടി ഇതിങ്ങനെ ഒരു പെട്ടി പോലെയാക്കി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടെ വാഴ നടാനാണ് കുഴി അങ്ങ് എടുക്കും. അപ്പോൾ വാഴ കുഴി എടുക്കുമ്പോൾ എന്നാ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഴിയിലെ മണ്ണെടുത്ത് ഞാൻ ഈ തടയിലേക്ക് ഇട്ടുന്നുണ്ട്. ഈ തട ഇങ്ങനെ വാരം പോലെ ആക്കിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ചുറ്റോടി ഇട്ടിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ഗ്രോ ബാഗ് പോലെ ഈ വാഴ മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ടു. അതിൻ്റെ വാഴയുടെ വേസ്റ്റൊക്കെ അതിലിട്ടിട്ട് കണ്ടോ, വേസ്റ്റ് കിട്ടുന്നുണ്ട്. വേസ്റ്റ് കിട്ടി മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ കുഴി എടുക്കണ മണ്ണ് നമ്മൾ അതിലേക്ക് ഇടും. അപ്പോൾ ഇതിൽ വാഴ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റാണ് പയറിടാൻ നോക്കുക. പയറോ ചീരയോ എന്തെങ്കിലുമൊക്കെ നടാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 15 എണ്ണം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ നമുക്ക് പയർ ഇടുകയാണെങ്കിൽ പയറിനാണ് അധികം മണ്ണിൻ്റെ ആവശ്യമില്ല ചോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നട്ടിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കയറൊക്കെ വലിച്ചു കെട്ടി കൊടുക്കുകയാണെങ്കിൽ വളരുമ്പോൾ നമുക്ക് പന്തൽ പോലെ അങ്ങോട്ട് കയറ്റിയെടുക്കുകയും ചെയ്യാം. അതാണ് പ്ലാൻ. ഇതിപ്പോൾ ഒരു 1.5 അടി ചതുരത്തിലാണ് ഞാൻ കുഴി എടുത്തത്. ഇപ്പോൾ കണ്ണ് മേടിച്ചിട്ട് വേണം. ഏത്തവാഴ മാത്രമേ വെക്കണുള്ളൂ, മറ്റേ പാളയംകുളം വാഴ വെക്കണില്ല. കാരണം വെച്ചിട്ട് ഒരു കാര്യമില്ല, വിറ്റ ആർക്കും വേണ്ട. ഞാൻ മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ. ഇവിടെയുള്ള വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലത്തോട് കൂട്ടി ഇവിടെയൊക്കെ എന്തെങ്കിലും നടാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മൾബറി എല്ലാം വെട്ടിയെടുത്തു. ഞാൻ എൻ്റെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൾബറിയുടെ ഇല എടുത്തിട്ട് നമ്മൾ മൾബറി ടീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. മിക്കവാറും ഏതാണ്ട് 1 കിലോ പൊടിക്കുള്ള മൾബറിയുടെ ലീഫ് എനിക്ക് ഇത്തവണ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ അതായത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തളുത്ത് വരും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കാം നമുക്ക്. ഇങ്ങനെയാണ് നിൽക്കുന്ന സംഗതി. പഴയ പൈപ്പുകളൊക്കെ മാറ്റിയിട്ടേക്കാണ്, ഇറിഗേഷൻ്റെ പൈപ്പൊക്കെ അഴിച്ചു മാറ്റിയിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഈ പയറിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം, ഇതിൻ്റെ ഈ വർക്കൂടെ കഴിഞ്ഞിട്ട് വേണം. ഇന്ന് ഫുള്ള് ഇതാണ്, പുറത്തൊന്നും പോകണില്ല, ഫുള്ള് പണി തന്നെയാണ്. ഓക്കെ, താങ്ക് യു.